ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സെബിലാസ് ഡയറി. നമ്മൾ ഇന്നിവിടെ ഒരു മിക്സ്ഡ് ക്യാബേജ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മുടെ സാധാരണ ക്യാബേജിൻ്റെ കൂടെ 2-3 വെജിറ്റബിൾസും കൂടി ചേർത്ത് കൊടുക്കുന്ന പരിപാടിയാണ്. അപ്പം ഇതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ കുറച്ച് ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഇനി ക്യാരറ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മുടെ ക്യാബേജ് നല്ല നേരിയതായിട്ട് ലോങ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത് നമ്മൾ കട്ട് ചെയ്യുമ്പം. അതേപോലെ തന്നെയാണ് ഞാനിവിടെ ക്യാരറ്റും കട്ട് ചെയ്തിരിക്കുന്നത്, നല്ല നേരിയതായിട്ട് ലോങ് ആയിട്ട്. കാരണം ക്യാബേജിൻ്റെ കൂടെ അതാണ് എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയത്. എന്നിട്ട് ഇതാ ക്യാബേജും കൂടി നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഐറ്റമിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനിയുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചൂടായിരിക്കുന്നൊരു ഫ്രൈ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിലേക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറ്റൽ മുളകിൻ്റെ കൂടെ തന്നെ നമ്മളിതാ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി വരുമ്പോഴേക്കും നമ്മൾ ഇതിൻ്റെ മേലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന നമ്മുടെ ക്യാരറ്റും അതേപോലെ തന്നെ ബീൻസും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ സോട്ട് ചെയ്തെടുക്കുക. ഇത് സോട്ട് ചെയ്ത് കഴിയുമ്പം നമ്മളിതിലേക്ക് കുറച്ച് നമുക്ക് എത്രയാണോ ഉപ്പ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് വീണ്ടും ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിന് ടേസ്റ്റൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ സോട്ടിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ നമ്മുടെ തേങ്ങയുടെ കൊത്തുണ്ടല്ലോ അതിലേക്ക് കുറച്ച് നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് 2 മുളകും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും എല്ലാം തന്നെ ക്യാബേജിൻ്റെ ടേസ്റ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഗാർണിഷിങ്ങിന് ഞാനിവിടെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മിക്സ്ഡ് ക്യാബേജ് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കറി ഇല്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ടേസ്റ്റോട് കൂടി തന്നെ ചോറ് കഴിക്കാൻ പറ്റും ഈ ഒരു റെസിപ്പി ആണെങ്കിൽ. എല്ലാ വെജിറ്റബിൾസ് ഉണ്ട്, ഹെൽത്തിയാണ്, അതേപോലെ തന്നെ ഇതിൽ തേങ്ങയുണ്ട്. ഇനിയിപ്പോൾ തേങ്ങ ഇഷ്ടമില്ലാത്ത ആളുകളാണെങ്കിൽ തേങ്ങ ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്ര തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും തന്നെ മറക്കരുത്. നമ്മുടെ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും മാസലാമ.